റെസ്യൂമേ മാത്രമല്ല നമുക്ക് ജോലി മേടിച്ച് തരുന്നൊരു കാര്യം. പ്രത്യേകിച്ച് ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലേക്ക് വരുമ്പോൾ പലപ്പോഴും ഡെഫിനറ്റ്ലി എൻട്രി ലെവൽ റോൾസ് ആയിരിക്കും. അതിൽ തന്നെ ബാങ്കിലേക്ക് സെയിൽസ് പ്രൊഫൈൽ, അതായത് ICICI ബാങ്ക് പോലെയുള്ള അല്ലെങ്കിൽ HDFC ബാങ്ക് പോലെയുള്ള പ്രൈവറ്റ് സെക്ടറിൽ അക്കൗണ്ട് ഓപ്പണിംഗ് പോലുള്ള പേർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഹയർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ. അത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ബ്രാഞ്ചിലേക്ക് എന്നുള്ള രീതിയിലൊക്കെയുള്ള ഹയറിംഗ് ആയിരുന്നു നടന്നിരുന്നത്. ഇത് ഒരു എൻട്രി ലെവൽ ജോബാണ്. അത്ര ഹൈ സാലറി ഇതിന് കിട്ടുന്നുണ്ടാവില്ല. തന്നെയല്ല, ഈ തരത്തിലുള്ള ജോലികളെ സംബന്ധിച്ച് അട്രീഷൻ റേറ്റ് വളരെ ഹൈ ആയിരിക്കും. അതായത് ഒരുപാട് കാലമൊന്നും ആൾക്കാർ നിൽക്കില്ല. കുറച്ചാൾ വർക്ക് ചെയ്യുന്നു, ഫസ്റ്റ് ജോബ് ആയിരിക്കും പലരുടെയും. കുറച്ചാൾ വർക്ക് ചെയ്യുന്നു, പെട്ടെന്ന് മറ്റൊരു ജോബ് നോക്കുന്നു, അതിലേക്ക് പോകുന്നു. പലപ്പോഴും ആൾക്കാർക്ക് ടാർഗറ്റ് ഫില്ല് ചെയ്യുന്ന രീതിയിലുള്ള ജോബ്സിലേക്ക് താല്പര്യം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആ തരത്തിൽ അവർ സ്വിച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി ഏറ്റവും പെട്ടെന്ന് ജോലി മാറാൻ സാധ്യതയുള്ള ആൾക്കാരെ ഇവർ പ്രിഫർ ചെയ്യാതിരിക്കും. സോ ഇത്തരത്തിലുള്ള റോൾസിലേക്കൊക്കെ വരുന്ന സമയത്ത് അത്യാവശ്യം സ്കിൽഡായിട്ടുള്ള, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു ആൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓവർ ക്വാളിഫൈഡ് എന്ന് പറയുന്നൊരു സംഗതി വരുന്ന ഇവിടെയാണ്. അതായത് എന്തായാലും ഇവർക്ക് ഇതിനെക്കാട്ടിലും നല്ല ജോലി കിട്ടാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. അങ്ങനെ നിന്ന് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർ പോവുകയും ചെയ്യും എന്നൊരു സിനാരിയോ വരുമ്പോൾ എന്താ ചെയ്യുക? ഇവരെടുക്കില്ല. കാരണം ഒരാൾ ജോയിൻ ചെയ്തു, 1-2 മാസത്തിൽ അയാൾ പോയി കഴിഞ്ഞാൽ വീണ്ടും ഇവർക്ക് ഒരു ഹയറിങ് മുഴുവൻ നടത്തണം, പുതിയ ആൾക്കാരെ കണ്ടെത്തണം, അവരെ ട്രെയിൻ ചെയ്യിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഡിഫിക്കൽട്ടാണ്. സോ നമ്മൾ ഓവർ ക്വാളിഫൈഡ് ആവുന്നത് ഒരു പ്രശ്നമാണ്.